ആയുസ് ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ ബറക്കത്തുണ്ടാവും. ചില കുടുംബങ്ങൾ ബറക്കത്തുള്ള ഉണ്ടാവും, ചില വീടുകൾ വലിയ ബറക്കത്തുള്ള വീടുണ്ടാവും. ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ടൊരു സഹാബി വര്യൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കള് പേരക്കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പൈസയുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മക്കള് പേരക്കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി, പൈസ കുറയാനും തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക. എന്താ കാരണം? ബറക്കത്തില്ല. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങൾ ഉണ്ടാവും. ഒന്ന്, തുടരെയുള്ള മരണങ്ങൾ നടക്കും. മരിക്കും, ജീവനുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും. പക്ഷെ ഒരു പെരയിൽ മരിക്കന്നെ വെച്ചാൽ ബറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളാണ്. കാരണം വീട് മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. പെര മരിക്കാനുള്ളതല്ലോ, ജീവിക്കാനുള്ളതല്ലേ. മരണം എന്നാൽ മനുഷ്യന് കണക്കാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മരിക്കൂല എന്നില്ല. പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ബറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ്. എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാനില്ല. തള്ളാര് പറയും ഓട്ടക്കയ്യാണ്, എത്ര കിട്ടിയാലും കൂടിയേ പോയത് എന്നറിയില്ല. വീട്ടിൽ ബറക്കത്തിൻ്റെ കുറവാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ വെച്ച് അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യൽ ബറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഒരു തവണ ഓതുക എന്നത് ബറക്കത്തുണ്ടാവാനുള്ള വഴിയാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിയ ഓതിയാൽ അവനൊരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ മൂന്നാമത്തൊരു കാര്യം കൂടിയും ചെയ്യണം. മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം. അതൊരു ബറക്കത്താണ്. കോഴി, അല്ലെങ്കിൽ ആട്, കയ്യെങ്കിലും ഒരു കുട്ടി, അല്ലെങ്കിൽ പൈക്കുട്ടി, പോത്തായാലും കുഴപ്പമില്ല. അതിനൊന്നും പറ്റൂലെങ്കിൽ ഒരു പൂച്ചെങ്കിലും വേണം. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാവൽ ബറക്കത്താണ്. മീൻ തിന്നിട്ട് മുള്ള് ബാക്കിയാവുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടേറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെച്ചിങ്ങാണ്ട് ഞാനത് പൂച്ചക്ക് ഭക്ഷണമാക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്താലേ ഒഴിവാക്കണ മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കിട്ടും, ഒപ്പം ബറക്കത്തും കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള ചോറ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും, രണ്ടാമത്തെ ദിവസം പിന്നെ എടുത്ത് ഒഴിവാക്കലാണ് പതിവ്. നേർക്ക് നേരെ ഒഴിവാക്കാനുള്ള പ്രയാസം കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും. പിറ്റേന്ന് എടുക്കൊന്നുമില്ല, പിറ്റേന്ന് വേറെ ചോറ് വെക്കും, എന്നിട്ട് ആ പയതെടുത്തുകൊണ്ട് പിന്നെ ഒഴിവാക്കും. ആ ഒഴിവാക്കുമ്പോൾ ഞാനിത് കോഴിക്കുള്ള ഭക്ഷണക്കാണ് എന്ന് നീയത്ത് വെച്ചാൽ ഭക്ഷണം കളയാന്നുള്ള പ്രശ്നമില്ല. ഒഴിവാക്കണ ഭക്ഷണം കൊണ്ട് കോഴിക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ കൂലി വാങ്ങും ചെയ്യാം. ഇങ്ങനെ മുതലാക്കാറുണ്ട്. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ്. ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ നീയത്തൊക്കെ പഠിച്ചവനെ ദൂറുക്കാരം കഴിഞ്ഞ് അസറുക്കാരം വരെയുള്ള സമയം ബാക്കിയുണ്ട്, അസർ നിസ്കാരത്തിനൊരു ഉഷാറ് കിട്ടാനാണ് ഞാൻ ഉറങ്ങണത് എന്ന് നീയത്ത് വെച്ചാണ്ട് ഉറങ്ങിയാലേ ഉറങ്ങണേനും കൂലിട്ടും. അങ്ങനെയാണ്. വേസ്റ്റില്ല, ഒക്കെ മുതലാക്കണം. ആശുപത്രിയിലായി ഉമ്മാൻ്റെ അമ്മ ആശുപത്രിയുടെ വരാന്തയിൽ ഇങ്ങനെ വെറുതെ പോയിരിക്കുമ്പോഴും നീയത്ത് നേരാക്കിയാണ്ട് കൂലി വാങ്ങണം. അങ്ങനെയാണ്.
രാവിലെ നീച്ചേക്കിന് പാടത്തേക്ക് കൈക്കോട്ട് എടുത്തുങ്ങാണ്ട് പോകുമ്പോഴും നീയത്ത് നേരാക്കിയാൽ പടച്ചോൻ്റെ ഇരുന്ന് കൂലിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല. ഒക്കെ മുതലാക്കുക, എല്ലാ കാര്യങ്ങളും മുതലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ബറക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാത്തിലും ബറക്കത്തുണ്ട്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം. ജീവിതം മൊത്തം ബറക്കത്തുള്ളതായി മാറണം. എന്നിട്ട് ദ്വാരക്കും വേണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് ദ്വാരക്കണം. അല്ലാഹു നമ്മളൊക്കെ റമളാനിലേക്ക് എത്തിക്കട്ടെ. ശഅബാനിലുണ്ട് ബറക്കത്ത്. ശഅബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വരലാണ്. നബി തങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരലാണ് ശഅബാനിലെ ബറക്കത്ത്. നമ്മളെ കാപ്പിലം ഉമറോലിയർ വഫാത്തായിട്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, കാപ്പിലം ഉമറോലിയർ വഫാത്തായിട്ട് മൂപ്പരെ ഡയറി, മൂപ്പര് ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡയറി മറിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ച് ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട്, ഒരു സമയമൊക്കെ എഴുതിയിട്ട് അന്ന് ആദ്യമായിട്ട് മുത്തുനബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം വർക്കത്തിൽ. ജീവിതകാലത്ത് നമ്മളൊക്കെയാണ് കണ്ടയച്ചാൽ ചെവിൻ്റെ പാട പൊട്ടും വിശദീകരണം കേട്ടിട്ട്. കാപ്പിലും മുരളിലും മരിച്ചിട്ട് ഡയറി നോക്കിയപ്പോഴാണ് കണ്ടതറിയണേ. ഒരോട്ടല്ല, കുറച്ചിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട്, ഡേറ്റൊക്കെ എഴുതിയിട്ട് രണ്ടാമത് മുത്തുനബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഡയറി കുറച്ചും കൂടി മറിച്ച് നോക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരോട്ടം കാണാൻ തന്നെ പൂതിയൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി. അങ്ങനെയാണ്. ഈ ഒരാൾ എന്നോട് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്ത് കാണാനുള്ള എളുപ്പമുള്ള സ്ഥലത്ത് ഏതാണെന്ന് ചോദിച്ചു. മെനക്കെടാനാവില്ല, എളുപ്പം ഇങ്ങോട്ട് നടക്കണം. അങ്ങനെയാണ്. ഒന്ന് എളുപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു മറുപടി. സംഗതി എളുപ്പമുള്ളതാണെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമല്ലോ. എളുപ്പമില്ല, കുറച്ച് പണിയുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യണം. സ്വലാത്ത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെയാണ്. അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ലോണം പൂതി ഉണ്ടാവണം. ആഗ്രഹത്തെക്കാളും വലുതാണ് എന്ത്? പൂതി. ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും. പൂതി നമ്മളെ മലപ്പുറത്തേക്ക് മാത്രം അറിയുന്ന ഭാഷയാണ്. വേറെ ചെന്നിട്ട് പൂതി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അത് ആഗ്രഹത്തെക്കാൾ വലിയ സാധനമാണ് പൂതി. നല്ലോണം പൂതി വേണം. നാളെ ഞാൻ ഒരിക്കൽ പറയണ്ടായി, ഇവിടെ നമ്മളെ ഇരിങ്ങാവൂരിലൊരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഒന്ന് ഞാൻ മുമ്പേടെ പ്രസംഗിച്ചോ പറഞ്ഞിട്ടുണ്ട്. പൂതിപ്പാപ്പ, നാട്ടുകാരൊക്കെ മൂപ്പരെ പൂതിപ്പാപ്പ പൂതിപ്പാപ്പ എന്ന് വിളിച്ചു. എന്താ വെച്ചാൽ മൂപ്പരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്. അപ്പോൾ ഈ കുട്ടികൾ, സ്കൂൾ പോണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരിതിങ്ങനെ കേട്ടപ്പോൾ മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. അങ്ങനെയാണ്. കുട്ടികൾക്ക് പിന്നെ പേരിടാൻ എളുപ്പമുണ്ട്. എന്തേലും ചെറിയ സംഭവം ഉണ്ടായാൽ മതി, ഇപ്പോൾ പേര് അങ്ങനെ പേരിട്ടു. അങ്ങനെ മൂപ്പര് മരിച്ചു. നല്ല അറിയപ്പെട്ട ആളാണ്. ഇരിങ്ങാവൂരിലും അദ്ദേഹത്തിൻ്റെ മക്ബറൊക്കെ ഉണ്ട്. വലിയ പ്രസിദ്ധനായ നല്ലൊരു സൂഫി വര്യനാണ് പൂതിപ്പാപ്പ. അപ്പോൾ മൂപ്പര് പറയണ പെണ്ണെട്ടാൻ പൂതി പറഞ്ഞത് നമ്മളെ ഇവിടുന്ന് ഈ പല്ല് ചെരിഞ്ഞ സൈസ് പെണ്ണിനെ കെട്ടാനല്ല, സ്വർഗത്തിൽ ഹൂർലിങ്ങളെ കെട്ടാനുള്ള പൂതി ഉണ്ട് എന്ന്. അതിനുള്ള കായില്ല എന്നാണ് മൂപ്പര് പറയണേ. അതിനിങ്ങനെ ചില്ലറ 1.5 പവൻ മഹറിനുള്ള പൈസ ഒന്നും ഉണ്ടായാൽ നടക്കൂല. അതിന് നല്ല നോട്ടും കെട്ടാൻ വേണ്ടി വരും. എന്നാലേ പറ്റുള്ളൂ. അതാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ പൂതി ഉണ്ടായാൽ നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം.